നമ്മൾ ഒരു കർഷകൻ എന്നുള്ള നിലയ്ക്ക് പച്ചക്കറി ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് രണ്ടും നമ്മുടെ വീട്ടിൽ അത്യാവശ്യമുള്ള സാധനങ്ങൾ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ പച്ചക്കറികളായാലും മുളകിന്റെ തൈകളായാലും കുരുടിപ്പ് രോഗം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. തക്കാളിക്കാണ് ഏറ്റവും കൂടുതൽ അതിൽ കാണപ്പെടുന്നത്. അപ്പൊ അതിന്റെ കുറച്ച് ടിപ്പുകളും കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കേട്ടോ. അത് നമുക്ക് ആദ്യമായിട്ടൊന്ന് നോക്കാം. ഇത് നമ്മുടെ സബോള തൊണ്ടാണ്, ഇത് വെളുത്തുള്ളി തൊണ്ടാണ്, പിന്നെ ഇത് ചെറിയ ഉള്ളിയുടെ തൊണ്ടാണ്. ഇത് മൂന്നും കൂടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഇത്രയ്ക്ക് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇത് നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന സാധനം. ഇത് 2-3 ദിവസമായി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളത്, ഇത്രയ്ക്കുള്ളത്. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ട് തിരുമ്പി കൂട്ടണം. നന്നായിട്ട് തിരുമ്പി കൂട്ടി കഴിഞ്ഞിട്ട് എടുക്കാം. എത്രത്തോളം തിരുമ്പാൻ പറ്റുമോ അത്രത്തോളം തിരുമ്പി എടുക്കാം. അപ്പൊ വെള്ളത്തിന്റെ കളർ തന്നെ മാറും. അപ്പൊ ഇതൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരുവിധമൊക്കെ കീടങ്ങളെ നമുക്ക് അകറ്റി നിർത്താൻ പറ്റും. നമ്മൾ ചെയ്യണമെന്ന് മാത്രമല്ല, ഓരോ കാര്യങ്ങളും നമ്മൾ ഓരോന്ന് നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഫലങ്ങളും നമുക്ക് കിട്ടും, അത് ഉറപ്പാണ്. അപ്പൊ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യാൻ നോക്കാട്ടോ. നന്നായിട്ട് തിരുമ്പ്, എന്നാലാണ് അതിന്റെ ചാറ് കംപ്ലീറ്റ് വരുള്ളൂ. 3-4 ദിവസം ആയാലും കുഴപ്പമൊന്നുമില്ല വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ. കണ്ട, നമ്മുടെ പച്ചമുളകിനാണ് ചെറുതായിട്ട് ഒരു കുരുടിപ്പ് വന്നിട്ടുള്ളത്. ഇത് ഒറിജിനല് നമ്മുടെ ചൂനിമുളക് എന്ന് പറയും. നമ്മുടെ വെള്ളമുളകല്ല, ഇത്രയ്ക്കുള്ളൂ. ഇതിന്റെ ഏറ്റവും വലിയ സൈസാണ് ഈ കാണുന്നത്. ഇതിലും വലുതാവില്ലത്. ഇതാണ് ചൂനിമുളക്. അപ്പൊ അവന് കുറച്ച് കേടുപാടുകൾ വന്നിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ശരിയാക്കണം. അതാണ് ഇവിടുത്തേത്. ഈ ഉള്ളി നമ്മൾ 2-3 ദിവസം വെള്ളത്തിൽ ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യുമ്പോ കുറച്ച് ബുദ്ധിമുട്ട് ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അറിയാലോ, നമ്മൾ ഉള്ളി ഇട്ട് ചീഞ്ഞു കഴിഞ്ഞാലുള്ള സ്മെല്ല്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ ഒന്ന് മാസ്ക് വെച്ച് ചെയ്യുക. അപ്പൊ അതിനൊന്ന് പ്രതിരോധിക്കാനുള്ള ഒരു കണ്ടീഷനും കൂടിയിട്ട് ഇതിങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. കാരണം ബാഡ് സ്മെല്ലാണ്. അപ്പൊ അതും കൂടി ശ്രദ്ധിക്കുക. എടാ, ഉള്ളി ചീഞ്ഞു കഴിഞ്ഞാലുള്ള ഭയങ്കര സ്മെല്ലുണ്ടാവുമല്ലോ, അതും കൂടി നമ്മൾ നോക്കണം കേട്ടോ. ഇതേമാതിരി എടുക്കാതാണ്ടാ. ഇത് നമുക്ക് സ്പ്രേ ചെയ്യണമെങ്കിൽ സ്പ്രേ ചെയ്യാം, അല്ലെങ്കിൽ ഉള്ളി ചെടികൾക്ക് തെളിച്ച് കൊടുക്കണമെങ്കിൽ തെളിച്ച് കൊടുക്കാം. അപ്പം എത്ര നമുക്ക് എടുക്കാൻ കിട്ടണോ അതിന്റെ 3 ഇരട്ടിയെങ്കിലും വെള്ളം ചേർക്കണം കേട്ടോ. ഡയറക്റ്റ് കൊണ്ട് ഒഴിക്കരുത്. ഇതിൽ 3 ഇരട്ടിയെങ്കിലും വെള്ളം നമ്മൾ ഇതിൽ ചേർക്കണം. അപ്പൊ ഞാൻ അതിന്റെ ഒരു അളവ് പാത്രം ഞാൻ നോക്കട്ടെ, എന്നിട്ട് അതിൽ ഒഴിച്ചതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമുക്ക് ഉള്ളി ഇതായിട്ട് കിട്ടിയിട്ടുള്ള വെള്ളം. ഇത്രയ്ക്ക് വെള്ളം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് നമുക്ക് ഇതിൽ ഒഴിച്ചിട്ട് ഇതിന്റെ 3 ഇരട്ടിയും കൂടി ഇതിൽ ചേർക്കണം. ഡയറക്റ്റ് ഒഴിക്കാൻ പാടില്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. 1, 2, 3. ഇതിപ്പോ 3 ഇരട്ടി കറക്റ്റ് പാത്രത്തിലായിട്ടുണ്ട്. ഇത്ര കിട്ടിയില്ലേ? ഇത് നമുക്ക് ഇനി എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. സ്പ്രേ ചെയ്യുകയാണെങ്കിൽ സ്പ്രേ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ തെളിച്ചു കൊടുക്കണമെങ്കിൽ തെളിച്ചു കൊടുക്കാം കേട്ടാ. അതാണ് ഉള്ളില് ഇത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്പ്രേ ചെയ്യാൻ പോകണം. ഈ സ്പ്രേ ചെയ്യണതിന് മുമ്പ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കൂടി ഞാൻ കാണിച്ചു തരാം. മരുന്ന് അടിക്കുന്നതിന് മുമ്പ് നമ്മൾ എപ്പോഴും ചെടികൾക്ക് ഇതേമാതിരി വാഷ് ചെയ്ത് കൊടുക്കുക. ഇത് വാഷ് ചെയ്യുന്നത് ഇങ്ങനെ തന്നെയല്ല, ചെടികൾക്ക് ഇന്ന് വെള്ളം ഒഴിക്കുമ്പോഴും അടിയിൽ ഒഴിച്ചിട്ട് ശേഷം ഇതേമാതിരി നമ്മൾ മേലെ വെള്ളം ഒഴിക്കുന്നത് ചെടികൾക്ക് നല്ലതായിരിക്കും കേട്ടോ. മേലെ ഒഴിച്ചതിന് ശേഷം ഈ അടിവശവും നമ്മൾ ഇതേമാതിരി ചെയ്ത് കൊടുക്കുക കേട്ടാ. ശരിക്കും നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സർവീസ് ചെയ്യുന്ന അതേ രീതിയിൽ വേണം നമ്മൾ കേട് വന്ന ചെടികളെ ശുശ്രൂഷിക്കാനായിട്ട് കേട്ടോ. അത് കേട് വന്ന കൂടുതൽ കേടുണ്ടെങ്കിൽ ആ ഇലകള് നുള്ളിക്കളയുക. അതിനുശേഷം മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. എന്നാലാണ് ചെയ്യുന്നതിന് ഉപകാരം ഉണ്ടാവുള്ളൂ കേടാ. ചെടികളെ കംപ്ലീറ്റ് നല്ല രീതിയിൽ ഇതാക്കിയെടുക്കാം.
ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ വാഷ് ചെയ്തത് അല്ലെ. ഇതേമാതിരി വെള്ളം പോണതിന് മുമ്പ് നമ്മ അടിക്കാൻ പാടില്ല. ഈ വെള്ളം പോയി ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിന് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. പ്രാണി ഒന്നിക്കണ്ട. അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുള്ളതുണ്ട്, അതിലേക്ക് നമ്മൾ അടിച്ചു കൊടുക്കാം. അടാ ഈ രൂപത്തിൽ അടിച്ചു കൊടുക്കുക. അതേമാതിരി തന്നെ അടിയിലും രണ്ടും അടിച്ചു കൊടുക്കുക. മേലെ മാത്രമല്ല അടിയിലും അടിച്ചു കൊടുക്കുക കേട്ടോ. ഇനി വെള്ളം ഇത് വേണ്ട ഈ ജാതിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അപ്പം തന്നെ പൊട്ടിച്ചു കളയാം കേട്ടോ. പൊട്ടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ആ വശത്ത് ഇടരുത്, ചെടിത്തോട്ടത്തിന്റെ അടുത്ത് ഇടരുത്. അതിനെ വേറെ രൂപത്തിൽ നമ്മൾ നശിപ്പിച്ച് ഒന്നിലെ കുഴിച്ചിടേ അല്ലെങ്കിൽ കത്തിച്ച് കളയേ അങ്ങനെ എന്തെങ്കിലും ചെയ്യാട്ടാ. അപ്പൊ ഇതേമാതിരി അടിക്കാട്ടാ. അപ്പൊ വെള്ളത്തോടു കൂടി അടിക്കരുത്. മരുന്ന് അടിക്കുമ്പോൾ എപ്പോഴും രണ്ട് സൈഡും, അതായത് തുമ്പത്തും ഇവിടെ അടിക്കുക, ഇതിന്റെ ഈ സൈഡിലും അടിക്കുക. നല്ല രീതിയിൽ അടിച്ചു കൊടുക്കുക. അങ്ങനെ വേണം നമ്മൾ ഓരോ മരുന്ന് അടിക്കാനായിട്ട്. ഇനി മറ്റ് വേറെ ഓരോ ടിപ്സ് ഉണ്ടെങ്കിൽ അത് ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരുന്നേക്കാം. ഈ രണ്ട് മരുന്ന് നമ്മൾ ഒരു കർഷകൻ എന്നുള്ള നിലയ്ക്ക് പച്ചക്കറി ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് രണ്ടും നമ്മുടെ വീട്ടിൽ അത്യാവശ്യമുള്ള സാധനങ്ങൾ. പിന്നെയൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് എടുക്കാവുന്ന സാധനങ്ങളാണ്. ഇത് വേപ്പിന്റെ ഓയിൽ, അത് ആര്യവേപ്പ്, മഞ്ഞൾ, കൊള്ളില, ഈ വക സാധനങ്ങളൊക്കെ ചേർന്നതിന് ശേഷമുള്ള ഓയിലാണിത്. ഇതും അതേപോലെ തന്നെ സൂഡോലിൻ. ഈ സാധനം രണ്ടെണ്ണം വേണം മിക്സ് ചെയ്ത് നമുക്ക് അടിക്കാൻ പറ്റും. ഇത് കൃഷിഭവനിൽ നിന്ന് പറഞ്ഞിട്ട് തന്നിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് ഇതും അടിക്കാം. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓരോന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിപ്പോ അങ്ങനെയാണ്. ഞാനിപ്പോ ഇത് മാത്രമായിട്ട് വെച്ചിട്ടിരിക്കില്ല, ഒരു സാധനമായിട്ട് ഞാൻ വെച്ചിട്ടിരിക്കില്ല. അപ്പൊ 3-4 തരം ഐറ്റംസ് ഞാൻ അടിച്ചുകൊണ്ട് ഉള്ളിപ്രയോഗം ചെയ്യുന്നുണ്ട്, കഞ്ഞെള്ളം ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ ഇത് രണ്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിലേതിലൊക്കെ നമുക്ക് ക്ലിക്ക് ആവണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സാധനങ്ങൾക്ക് നമുക്ക് ചെയ്യാം. അപ്പൊ എല്ലാത്തിനും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇത് രണ്ടും നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കുക. ഇത് രണ്ടും കൂടി നമ്മൾ അടിക്കുക. അപ്പൊ കേടുപാടുകൾക്ക് കീടങ്ങളുടെയും ഈ പാറ്റയുടെയും മറ്റേ പാറ്റയുടെ ശല്യങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും. അപ്പൊ ഈ വേപ്പും പിണ്ണാക്കും കുമ്മായും കൂടി ചേരുമ്പോൾ തന്നെ നമുക്ക് കുറെ കീടങ്ങളായിരുന്നു ഒഴിഞ്ഞു കിട്ടേണ്ടതാണ്. ചില തക്കാളിക്ക് നമ്മൾ എങ്ങനെ നോക്കിയാലും കീടങ്ങൾ വരും. അപ്പൊ അതിനൊക്കെയാണ് നമ്മൾ ഈ പ്രയോഗങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ ഞാനിപ്പോ പച്ചമുളകിന് കാണിച്ചു തന്നു നമ്മൾ എങ്ങനെയാണ് വെള്ളം അടിക്കേണ്ടതെന്നും, രണ്ട് സൈഡ് അടിച്ച് അത് ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ മരുന്ന് അടിക്കുക. അങ്ങനെയൊക്കെ ചെയ്താലാണ് ഇതൊക്കെ ചെയ്യണതിനുള്ള ഗുണങ്ങൾ കിട്ടുള്ളൂ. അപ്പൊ ഇത് നമ്മൾ എടുക്കേണ്ട രീതി, ഉപയോഗിക്കാനായിട്ട് നമ്മൾ എടുക്കേണ്ട രീതിയാണ് ഞാൻ പറയുന്നത്. സൂഡോലിൻ 10 ഗ്രാം എടുക്കുക 1 ലിറ്റർ വെള്ളത്തില്. അപ്പൊ സൂഡോലിൻ മിക്സ് ചെയ്യുമ്പോൾ എന്താന്ന് വെച്ചാൽ ഞാനിപ്പോ കാണിച്ചു കഴിഞ്ഞാൽ അതിപ്പോ സൂഡോലിൻ മാത്രം ഈ 10 ഗ്രാം എടുത്ത് ഞാൻ ഒരു കപ്പിലോ അല്ലെങ്കിൽ ഒരു ടീസ്പൂണോ മത്തി വെച്ചിട്ട് നന്നായിട്ട് ചാലിച്ചതിന് ശേഷം മാത്രം വേണം നമ്മൾ ഈ 1 ലിറ്റർ വെള്ളത്തിൽ ഒഴിക്കാനായിട്ട്. അല്ല ഡയറക്റ്റ് കൊണ്ടുവരും 1 ലിറ്റർ വെള്ളത്തിൽ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കലങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതിന്റെ പേരിലാണ് ഈ 10 ഗ്രാം എടുക്കുക, അല്ലെങ്കിൽ കൂടുതലുണ്ടെങ്കിൽ 20 ഗ്രാം എടുക്കുക. അങ്ങനെയുള്ളതാണല്ലോ. ഈ 10 ഗ്രാമിനാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ആ 10 ഗ്രാം എടുത്ത് വേറെ സെപ്പറേറ്റ് ചെറിയൊരു കുപ്പിയിലോ പാത്രത്തിലോ എന്തെങ്കിലും എടുത്ത് ഞാൻ നന്നായിട്ട് ചാലിച്ചതിന് ശേഷം വേണം നമ്മൾ ഈ 1 ലിറ്റർ വെള്ളത്തിൽ ഇട്ടിട്ട് നന്നായിട്ട് ചാലിക്കുക. എന്നിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് ഇടാം. ഇതും അതേമാതിരി തന്നെ. ഇതിന്റെ ഉള്ളിൽ അടങ്ങിയിട്ടുള്ളത് ആര്യവേപ്പിന്റെ ഇല, കൊള്ളിയില, മഞ്ഞള്, ഈ വക സാധനങ്ങളൊക്കെ ഉള്ളിത്തൊണ്ട് ഇതൊക്കെ ചേർന്നിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പൊ ഇത് നമ്മുടെ 10 ml, അതായത് 10 ഗ്രാമിന്റെ 10 ml 1 ലിറ്റർ വെള്ളത്തിൽ അതേമാതിരി തന്നെ മിക്സ് ചെയ്ത് അടിക്കുക. അപ്പൊ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൃഷിക്ക് നമ്മൾ ഒരുപാട് ഈച്ചശല്യവും പുഴുക്കുത്തും മാറി കിട്ടാനായിട്ട് നമ്മൾക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഇംഗ്ലീഷ് വളത്തിന്റെയും മറ്റു വിഷങ്ങളിലെ ദോഷം ഇല്ലാണ്ടിരിക്കാനാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. അതാണ് ഡയറക്റ്റ് മേടിച്ച് ഇതൊന്നിന്റെ ആവശ്യമില്ല. അപ്പോൾ ഇത് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇങ്ങനെ ചെയ്ത് ശീലിച്ചാൽ നമ്മുടെ കുടുംബത്തേക്ക് ഉണ്ടാവുന്ന സാധനങ്ങൾ നല്ല ആഹാരമായിട്ട് നമുക്ക് വെച്ച് കഴിക്കാൻ പറ്റും. അതിന്റെ പേരിലാണ് ഇതിന്. ഇനി വേറെ ഇത് കൂടാതെ തന്നെ ഞാനിപ്പോ ഉള്ളിത്തൊണ്ടിന്റെ കാണിച്ചു തന്നില്ലേ, ഇത് കൂടാതെ തന്നെ ഞാൻ വേറൊരു ഇത് കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മുടെ കഞ്ഞിവെള്ളമാണ്. കഞ്ഞിവെള്ളം ഡയറക്റ്റുള്ള കഞ്ഞിവെള്ളമല്ല, ഉപ്പിടാത്ത കഞ്ഞവെള്ളം. ഉപ്പിടാത്ത കഞ്ഞവെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3-4 ദിവസം എത്തിയാലും കുഴപ്പമില്ല. അത്രത്തോളം പുളിക്കണോ അത്രത്തോളം നല്ലതാണ്. കഞ്ഞെള്ളാണ് ആ കാണുന്നത്, പഴം കഞ്ഞെള്ളാണ്. അത് എല്ലാ ചെടികൾക്കും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ കേടുപാടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിങ്ങനെ
തെളിച്ച് കൊടുക്കണമെങ്കിൽ തെളിച്ച് കൊടുക്കാം. കണ്ടാ അതേമാതിരി ഇതിന്റെ തണ്ടും പിടിച്ചിട്ട് രണ്ട് സൈഡും ശരിക്കും കൊച്ചു കുട്ടികളെ കുളിപ്പിക്കുന്ന മാതിരി ചെയ്ത് കൊടുക്കാം. കണ്ടാ തണ്ടുമ്പോഴും എല്ലാത്തുമ്പോഴും അതിന് ശേഷം എപ്പോഴും നമ്മൾ ഇങ്ങനെ ആയിരിക്കണം കേട്ടാ ചെയ്യേണ്ടത്. അത് ചെയ്തതിന് ശേഷം ഇനി വേറെ ഒരു രൂപത്തിൽ നമുക്ക് ചെയ്യാൻ കഞ്ഞെള്ളം. ഇപ്പൊ സംഭവം നമ്മൾ പുളിച്ചില്ല, നമ്മുടെ ഇതിൽ കഞ്ഞെള്ളം ഉണ്ട്, നമ്മൾ ഡയറക്റ്റ് കൊണ്ടുവന്ന് കാഞ്ഞിട്ട് ഇതിന്റെ കടക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താലും നല്ലതാണ്. പക്ഷെ വേപ്പിനൊക്കെ ഈ സാധനം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഗുണം ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. വേപ്പ് ഉണ്ടെങ്കിൽ വേപ്പിനൊക്കെ ഏറ്റവും ഗുണം ചെയ്യും. നമ്മുടെ വേപ്പ് നടന്നിട്ട് നമ്മളതാ ചെയ്യുന്നത്, കുഞ്ഞുങ്ങളാണ്, പക്ഷെ നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട്. അപ്പൊ ഇതും നല്ല സാധനമാണ്. ഇത് നിങ്ങൾ ചെയ്തു നോക്കുക. ഓരോരുത്തരും ഇത് ഓരോന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഗുണം കിട്ടും, ഉറപ്പാണ്. തീർച്ചയാണ് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ഉപയോഗപ്പെടും, എൻ്റെ ഉറപ്പാണ്. നിങ്ങൾ ചെയ്ത് നോക്കാം. അപ്പൊ ഈ പുഴുക്കുത്തുകളിലും ഈച്ചകളിലും ശല്യത്തിനുള്ള മരുന്നുകളാണ് ഞാൻ ഈ കാണിച്ചിട്ടുള്ളത്, ഞാൻ ചെയ്യുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ തക്കാളിക്കൊക്കെ ഭയങ്കര കൂടുതലായിട്ട് വരും, ഇലകളും മറ്റൊരു ചീഞ്ഞ് നാശമായിട്ട് പോയി, പിന്നെ വെള്ള കുത്തൊക്കെ വന്നു കഴിഞ്ഞ് കൂടുതലുണ്ടെങ്കിൽ നമ്മളതിനെ പറിച്ച് കളയാൻ നല്ലത്. കാരണം എന്താ, നമ്മൾ പല കൃഷികളും ചെയ്യുമ്പോൾ അതിൽ നിന്ന് മറ്റേതിലേക്ക് പകരാൻ സാധ്യതയുണ്ട്. അപ്പം എല്ലാത്തിനും വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അപ്പം എല്ലാം നാശമായി പോകും. അപ്പം അതിനേക്കാളും നല്ലത് ഫസ്റ്റിൽ കാണുമ്പോൾ തന്നെ നമ്മൾ എന്നും എന്ത് കൃഷി ചെയ്താലും 2 നേരം അവരുടെ അടുത്ത് പോയി വെറുതെ ഒന്ന് അവരുടെ ചെടികളൊക്കെ ഒന്ന് തൊട്ട് തലോടി വരുമ്പോൾ അവർക്കും ഒരു കുഴപ്പമുണ്ടാവില്ല, നമ്മൾക്കും തോന്നും എന്തെങ്കിലും ഒരു കീടങ്ങളുണ്ടെങ്കിൽ നമുക്ക് മാറ്റാൻ പറ്റും, അപ്പം തന്നെ മാറ്റുക, കാര്യങ്ങൾ ചെയ്യാം. അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് കുറേ ഈ കീടങ്ങൾ ഇതിൽ നിന്ന് മാറി കിട്ടും കേട്ടോ. പിന്നെ 2 നേരം വരുമ്പോൾ നമ്മുടെ മനസ്സിന് സന്തോഷമല്ലേ. ഈ സാധനങ്ങളൊക്കെ നേരം വെളുത്തുമ്പോൾ വാതിൽ തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഈ വക സാധനങ്ങളൊക്കെ ഉണ്ടാവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും വലിയൊരു സന്തോഷം വേറെ എന്നിട്ടുള്ളത് സന്തോഷം തന്നെയാണ് കേട്ടോ. അപ്പം അതിൻ്റെ പേരിൽ ഉണ്ടാക്കുക. നിങ്ങളെല്ലാവരും ഈ കാര്യങ്ങൾ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് ഞാൻ